ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ഞാനൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 2-ാമത്തെ വാക്യം. കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 22, 23, 24 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ അടക്കത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമൊക്കെ ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്നത് അരിമത്യ യോസഫിൻ്റെ കല്ലറയെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയും, നമുക്കറിയാം അരിമത്യ എന്ന യഹൂദ പട്ടണത്തിൽ നീതിമാനും നല്ലവനും ദൈവരാജ്യത്തെ കാത്ത് നിൽക്കുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി യേശുവിനെ ക്രൂശിച്ച ശരീരം ആരും വാങ്ങുവാനില്ലാതിരുന്നപ്പോൾ പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം വാങ്ങി താൻ തനിക്ക് വേണ്ടി ഒരുക്കിയ കല്ലറയിൽ ആ യേശുവിനെ അടക്കം ചെയ്യുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു തോട്ടം പോലെയാണ്. വളരെ മനോഹരമായിരിക്കാം. കാരണം യോസഫ് തനിക്ക് വേണ്ടി തോട്ടത്തിൽ ഒരുക്കിയ കല്ലറ ഈ ലോകത്തിലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയുടെയും വേദനയുടെയൊക്കെ നടുവിലും മുൻപോട്ട് ജീവിതം നയിച്ച് ഒരിക്കൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി ഒരു കല്ലറ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി യോസഫ് തനിക്ക് വേണ്ടി ഒരുക്കിയ കല്ലറ അത് യേശുവിന് വേണ്ടി കൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തെയും അവൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിയെടുത്തു. കാരണം താൻ തനിക്ക് വേണ്ടി ഒരുക്കിയ കല്ലറ ഗലീലക്കാരന് വേണ്ടി ആ കല്ലറ തുറന്നു കൊടുത്തപ്പോൾ ആ കല്ലറയ്ക്ക് ഒരു മഹത്വം വെളിപ്പെടുവാനിടയായി. നമുക്കറിയാം, ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരെ ഒരിക്കലും കല്ലറയിൽ അടക്കുന്ന പതിവില്ല. പക്ഷേ പതിവിനും വിപരീതമായി അവൻ സ്വന്തം കല്ലറയിൽ യേശുവിനെ നൽകുവാനിടയായി. താൻ അടയ്ക്കപ്പെടേണ്ട കല്ലറ, തൻ്റെ ജീവിത ദുഃഖങ്ങളുടെ ശേഖര സ്ഥലം അവന് യേശുവിനായി നൽകുവാനിടയായി. എന്നാൽ അതിൻ്റെ ഫലമോ അവിടെ 3-ാം ദിവസം ഒരു മഹാ അത്ഭുതം നടക്കുകയും ചരിത്രത്തിൽ ഇന്നുവരെയും നടന്നിട്ടില്ലാത്ത, ഇനിയും ഒരിക്കലും നടക്കുവാൻ സാധ്യതയുമില്ലാത്തതുമായ ഒരു ഐതിഹാസികമായ ഒരു സംഭവം യോസഫിൻ്റെ കല്ലറയിൽ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? നസ്രയത്തുകാരൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് റോമൻ ഗവൺമെൻറ്റും പടയാളികളും ഉറച്ച് വിശ്വസിച്ച് കല്ലറയെ കെട്ടിയുറപ്പിച്ച് ഒതുക്കി വെച്ചപ്പോൾ യേശു പറഞ്ഞതുപോലെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, യോസഫിൻ്റെ കല്ലറയ്ക്ക് മഹത്വം ചാർത്തിക്കൊണ്ട് അവൻ്റെ തോട്ടത്തിന് മഹിമയണിച്ചുകൊണ്ട് ഇമ്മാനുവേൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം തോട്ടമാകുന്ന ജീവിതത്തിനകത്തൊരു കല്ലറയുണ്ടോ? വിവിധമാകുന്ന പ്രശ്നങ്ങളാൽ, വിവിധമാകുന്ന പ്രതികൂലങ്ങളാൽ, വിവിധമാകുന്ന ദുഃഖങ്ങളാൽ നിങ്ങൾ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ യേശുവിന് വേണ്ടി ആ കല്ലറ ഒന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാനിടയായിത്തീരും. നിങ്ങളുടെ ഹൃദയമാകുന്ന കല്ലറ തുറക്കുവാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഹൃദയമാകുന്ന കല്ലറ ഒന്ന് തുറന്നു കൊടുത്താട്ടെ.
ആരും നിങ്ങളുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ കണ്ടില്ലെങ്കിലും ഈ കല്ലറയ്ക്കകത്ത് നിങ്ങൾ ഒതുങ്ങിക്കൂടും എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ യേശുവിനെ നിങ്ങളുടെ ആ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ആ കല്ലറയ്ക്കകത്തേക്കൊന്ന് വയ്ക്കുക. ഒരു മഹാത്ഭുതങ്ങൾ നടക്കുവാനിടയാണ്. അരമത്തിയ യോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തപ്പോൾ, യേശുവിനെ അതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ മാറ്റമെന്ന് പറയുന്നത്, ആ കല്ലറയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി, ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി. മാത്രമല്ല, ആ തോട്ടത്തിൽ ഒരു വലിയ പ്രകാശം വെളിപ്പെടുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ശ്രവിക്കുന്ന ദൈവപൈതലേ, നിൻ്റെ ഹൃദയമാകുന്ന കല്ലറ യേശുവിന് വേണ്ടി നീ തുറന്നു കൊടുത്താൽ നിൻ്റെ കുടുംബത്തിനകത്തൊരു വലിയ ദൈവമഹത്വം വെളിപ്പെടും. നിൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ ദൈവമഹത്വം വെളിപ്പെടും. നിൻ്റെ ദുഃഖങ്ങളെല്ലാം മാറുവാനിടയായിത്തീരും. നിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറുവാനിടയായിത്തീരും. നിൻ്റെ എല്ലാ രോഗങ്ങളും മാറുവാനിടയായിത്തീരും. ആ യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയമാകുന്ന കല്ലറ തുറന്നു കൊടുത്ത് ആ ദൈവത്തിൻ്റെ മഹത്വം സ്വീകരിപ്പാൻ, ആ ദൈവീയമായ തേജസ് അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.